നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 17. അങ്ങനെ ഇന്നും തുടർച്ചയായി നാലാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി, കൂടാതെ ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടപ്പെട്ടു പോയിരുന്ന $5 ട്രില്യൺ ക്യാപിറ്റൽ തിരിച്ചുപിടിക്കുവാനായി, കൂടാതെ ഇന്ന് IDIB ബാങ്കിന്റെ സ്റ്റോക്കില് 18% ഉയർച്ചയും, അതേസമയം ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസില് 10% ഇടിവ് ഇൻട്രാഡേ ബേസിസിലും അനുഭവപ്പെടുവാനും, കൂടാതെ ഇന്ന് ഡിഫൻസ് സ്റ്റോക്കുകളില് ശക്തമായ റാലിക്കിടയാക്കിയ ഘടകങ്ങളും, കൂടാതെ ഇന്നും മാർക്കറ്റിനെ നേട്ടത്തിൽ തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ സഹായിച്ച ഘടകങ്ങളും എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയായിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നിഫ്റ്റിയില് ഏകദേശം 140 പോയിന്റുകളുടെ നാരോ റേഞ്ചിലായിട്ടുള്ള ട്രേഡിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തുള്ളൂ. 24,100 എന്ന ലെവൽ മറികടക്കുവാൻ സാധിച്ചെങ്കിലും അത് നിലനിർത്തുവാനുമായില്ല. എങ്കിലും മെയ് മാസം 25-ാം തീയതിക്ക് ശേഷം ഇതാദ്യമായിട്ട് നിഫ്റ്റിക്ക് 96 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായപ്പോൾ സെൻസെക്സിന് 342 പോയിന്റുകളുടെയും ബാങ്ക് നിഫ്റ്റിക്ക് 287 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. ബെഞ്ച് മാർക്ക് ഇൻഡസ്ട്രീസുകളെക്കാളും കുറച്ചുകൂടി മികച്ച പ്രകടനം ഇന്ന് ബോർഡർ മാർക്കറ്റ്സിന് കാഴ്ചവെക്കുവാനായി നിഫ്റ്റി മിഡ് ക്യാപ്പിന് 0.52%, അതേസമയം സ്മോൾ ക്യാപ്പിന് 0.79% നേട്ടത്തോടു കൂടി തന്നെ ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനുമായി NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 1,699 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടിയും, അതേസമയം 1,309 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ട്രെൻഡ്, ഭാരത് ഇലക്ട്രോണിക്സ്, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ഇറ്റേണൽ, ടാറ്റ സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റി 50-യിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറിയപ്പോൾ ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ്, സിപ്ല, ബജാജ് ഫിൻസർവ്, ONGC, ആക്സിസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. US ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 3 പൈസയുടെ നേരിയ നേട്ടത്തോടുകൂടി 94.53 എന്ന ലെവലിലായിട്ട് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തില് ഇന്ത്യയിലെ ആനുവൽ ഡിഫൻസ് പ്രൊഡക്ഷൻ 1.78 ലക്ഷം കോടി രൂപയിലേക്ക് ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് പ്രീവിയസ് ഇയറിൽ നിന്നും 15.6%, 2020-21 സാമ്പത്തിക വർഷത്തെ വെച്ച് നോക്കുമ്പോൾ 110% വർധനവ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിന്റെ പ്രഖ്യാപനം ഇന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് നടത്തുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഇന്ന് ഇന്ത്യൻ ഡിഫൻസ് സ്റ്റോക്കുകളായ പാരസ് ഡിഫൻസ്, HAL തുടങ്ങിയ ഡിഫൻസ് സ്റ്റോക്കുകളിൽ 12% ഉയർച്ച ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുവാനും ഇടയാക്കിയത്. US ഇറാൻ ഡീൽ നടക്കുമെന്നുള്ള പ്രതീക്ഷകൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയോടുകൂടി പുറത്തു വന്നതിനെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇന്ന് വരെയും ഗ്ലോബൽ മാർക്കറ്റിൽ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലും അനുഭവപ്പെട്ട ശക്തമായ നേട്ടത്തെ തുടർന്ന് മെയ് 8-ന് ശേഷം ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടപ്പെട്ട $5 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിലേക്ക് BSEക്ക് വീണ്ടും തിരിച്ചെത്തുവാൻ സാധിച്ചു. ഇന്നത്തോടുകൂടി ഏകദേശം 40 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് മാർക്കറ്റിന് ശക്തമായ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കായ ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസില് 10% ഇടിവാണ് ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ രേഖപ്പെടുത്തിയതും ക്ലോസിംഗ് ബേസിസിൽ ഏകദേശം 8% ഇടിവും അനുഭവപ്പെട്ടു. ഇതിലേക്ക് പ്രധാനമായും നയിച്ചത് JLRന്റെ 2027 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ഔട്ട്ലുക്ക് തന്നെയാണ്. കമ്പനിയുടെ എക്സ്പെക്ടേഷൻ പ്രകാരം 2027 സാമ്പത്തിക വർഷത്തിൽ റവന്യൂവില് 13%, എബിറ്റയില് 4% ഉയർച്ച മാത്രമേ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ഇത് 2026 സാമ്പത്തിക വർഷം വെച്ച് നോക്കുമ്പോൾ 0%-ലേക്കാണ് പോകുന്നതും. കമ്പനി പുറത്തുവിട്ട ഈ ഒരു ഔട്ട്ലുക്ക് ഇന്ന് മാർക്കറ്റിനെ മാത്രമല്ല നിക്ഷേപകരെയും നിരാശരാക്കിയത് തന്നെയാണ് സ്റ്റോക്കിൽ ഇന്ന് ശക്തമായ ഇടിവിനും കാരണമാക്കിയത്. സർക്കാരിന്റെ ദീർഘകാലമായി കാത്തിരുന്ന തന്ത്രപരമായ ഓഹരി വിൽപ്പന തുടരുകയാണെന്നും 2027 സാമ്പത്തിക വർഷത്തോടുകൂടി ഇത് പൂർത്തിയാക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഇന്ന് പുറത്തു വന്നതിനെ തുടർന്ന് IDBI ബാങ്കിന്റെ സ്റ്റോക്കില് ഇന്ന് 18% ഉയർച്ച ഇൻട്രാഡേ ബേസിസിലും അനുഭവപ്പെട്ടു. 30,000 കോടി രൂപ മൂല്യം വരുന്ന IPOയുടെ ഡ്രാഫ്റ്റ് പേപ്പേഴ്സ് ഇന്ന് NSE സെബിക്ക് സബ്മിറ്റ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ട്സ് പുറത്തു വന്നതിനെ തുടർന്ന് BSEയുടെ സ്റ്റോക്ക് പ്രൈസിൽ 3% ഇടിവ്
ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുകയും ചെയ്തു. ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്കുള്ള വാട്ടർ സപ്ലൈ നിർത്തിവെച്ചതിനെ തുടർന്ന് എസ്പെഷ്യലി മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ടുള്ള റിയാലിറ്റി സ്റ്റോക്കുകളായ ലോധ ഡെവലപ്പേഴ്സ്, ഒബ്രോയ് റിയാലിറ്റി തുടങ്ങിയ സ്റ്റോക്കുകളിൽ 3 മുതൽ 4% ഇടിവും അനുഭവപ്പെട്ടു. ഇനി നമുക്ക് ഇന്ന് രാത്രിയോടുകൂടി യുഎസിൽ നിന്നും ഫെഡ് പോളിസിയുടെ ഭാഗമായി വരാനിരിക്കുന്ന ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും കൂടാതെ ഫെഡ് ചെയർമാന്റെ സ്പീച്ചിന് മുന്നോടിയായിട്ട് തുടർച്ചയായി ഇന്ന് 4ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. എണ്ണയുടെ വിലയിൽ ഇന്ന് രാവിലെ നേരിയ ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് നേരിയ തോതിലാണെങ്കിൽ കൂടിയിട്ടും കൂൾ ഓഫ് ആകുവാൻ എണ്ണയുടെ വിലയ്ക്ക് സാധിച്ചതും മാത്രമല്ല ബ്രെന്റ് ക്രൂഡിന്റെ വില $80 താഴേക്ക് പോയതും ക്രൂഡ് ഓയിലിന്റെ വില $77 താഴെയായിട്ട് നിലകൊണ്ടതും ഇന്നും ഇറാന്റെ 3ാമത്തെ കപ്പലും എണ്ണയും വഹിച്ചുകൊണ്ട് ഹോർമുസ് കടലിടുക്കിലൂടെ പുറത്തേക്ക് പോവുക തന്നെ ചെയ്തു. ഇതിനെയൊക്കെ തുടർന്ന് വീണ്ടും ജിയോ പൊളിറ്റിക്കൽ കൺസേൺസ് ദിനം പ്രതി അയഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതും ഇന്ന് ഗ്ലോബൽ മാർക്കറ്റും US മാർക്കറ്റും മാത്രമല്ല ഇന്ത്യൻ മാർക്കറ്റും ഒരേപോലെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന US ഫെഡ് മോണിറ്ററി പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റഡി ആയിട്ട് തന്നെ നിലനിർത്തുമെന്നുള്ള കാഴ്ചപ്പാടാണ് അനലിസ്റ്റുകളും എക്സ്പെർട്ടുകളും നിക്ഷേപകരും ഭൂരിഭാഗവും വെച്ച് പുലർത്തുന്നത്. മാത്രമല്ല മാർക്കറ്റും ഇത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യൻ IT സ്റ്റോക്കുകളായ ഇൻഫോസിസ്, വിപ്രോ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതും. ഇതിനെല്ലാം പുറമെ കഴിഞ്ഞ ആഴ്ചയോടുകൂടി RBIയുടെ ഭാഗത്ത് നിന്നും ഇന്ത്യൻ രൂപയുടെ മൂല്യം US ഡോളറിനെതിരെ ഉയർത്തുവാനായിട്ട് US ഡോളറിന്റെ നിക്ഷേപം ഇന്ത്യയിലേക്ക് ആകർഷിക്കുവാൻ സ്വീകരിച്ച നടപടികളെ തുടർന്ന് വീണ്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ മിനിങ്ങാന്ന് നേരിയ തോതിൽ ബൈങ് നടത്തിയെങ്കിൽ കൂടിയിട്ടും അവർ പരിപൂർണമായിട്ടും ബൈങ് തുടങ്ങിയില്ലെങ്കിൽ കൂടിയിട്ടും അവരുടെ സെല്ലിംഗ് നടത്തുന്ന തോത് ദിനം പ്രതി കുറച്ചുകൊണ്ട് വന്നതും ഇന്നലെ 749 കോടി രൂപയ്ക്ക് അവർ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തിയെങ്കിൽ കൂടിയിട്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ സെല്ലിംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ കുറഞ്ഞു വരുന്നത് നിക്ഷേപകരുടെ മാർക്കറ്റിന്റെ ആത്മവിശ്വാസത്തെ പിടിച്ചു നിർത്തുവാനും സഹായിച്ചു. ഇതിനെല്ലാം പുറമെ ഇന്നലെ 8% ഇടിവ് രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സിൽ ഇന്ന് 1.25% ഇടിവോടുകൂടി 13.18 എന്ന ലെവലിലേക്ക് എത്തിച്ചേർന്നു. ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് ക്ലോസിംഗ് ബേസിസിൽ US ഡോളറിനെതിരെ കാര്യമായ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ കൂടിയിട്ടും ഇന്നത്തെ ട്രേഡിംഗ് സമയത്ത് പല ഘട്ടങ്ങളിലും ശക്തമായ നേട്ടം കൈവരിക്കുവാനായിരുന്നു. എങ്കിലും നഷ്ടമൊന്നും കൂടാതെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ട് നേരിയതാണെങ്കിലും നേട്ടത്തോടുകൂടി തന്നെ ഇന്ത്യൻ രൂപയ്ക്ക് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായതും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണം ചെയ്യുകയും ചെയ്തു. ഇതിനെല്ലാം പുറമെ ടെക്നിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ പിന്തുണച്ചു. അതായത് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് നിഫ്റ്റിക്ക് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിനെ തുടർന്ന് ഓപ്പണിംഗും ലഭ്യമായി. പിന്നീട് ഈ ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നെങ്കിൽ കൂടിയിട്ടും നിഫ്റ്റിക്ക് ഈ ലെവൽ തിരിച്ചു പിടിക്കുവാനുമായി. എന്നാൽ നിഫ്റ്റിക്ക് മുന്നോട്ടൊരു ശക്തമായ പ്രയാണം സാധ്യമാകണമായിരുന്നെങ്കിൽ ഇന്നലെയും ഇന്നും രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ട പോലെ തന്നെ 24,100 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഈ ലെവൽ ഇന്ന് ബ്രേക്ക് ചെയ്യുവാൻ സാധിച്ചെങ്കിലും അത് നിലനിർത്തുവാനായില്ലെങ്കിൽ കൂടിയിട്ടും 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ഡിഫെൻഡ് ചെയ്യുവാൻ സാധിച്ചതുകൊണ്ട് തന്നെ ടെക്നിക്കൽ ഫാക്ടേഴ്സും ഇന്ന് നമ്മുടെ മാർക്കറ്റിന് അനുകൂലമായി തന്നെ മാറുകയും ചെയ്തു. ഇനി വരും ദിവസങ്ങൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,150 എന്ന ലെവൽ അപ്പർ സൈഡിലേക്ക് അതിപ്രധാനമാണ്. കാരണം ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ 100-ഡേ EMA നിലകൊള്ളുന്നതും. അതേസമയം അടുത്തതായി 24,250 എന്ന ലെവലും അപ്പർ സൈഡിലേക്ക് നിഫ്റ്റിക്ക് അതിപ്രധാനമാണ്. കാരണം ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ 100 DMA നിലകൊള്ളുന്നതും. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്ന് യുഎസിൽ നിന്നും ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നതിന് മുന്നോടിയായിട്ട് ഡോ ജോൺസ് ഫ്യൂച്ചർ ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ജർമ്മൻ മാർക്കറ്റുകൾ ഫ്ലാറ്റ് ആയിട്ട് പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടിയും അതേസമയം ഫ്രാൻസ് മാർക്കറ്റ് 4% നേട്ടത്തിലുമാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഹോങ്കോങ്, തായ്ലാന്റ്, ഇന്തോനേഷ്യൻ മാർക്കറ്റുകൾക്ക് മാത്രമേ ഇന്ന് നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നുള്ളൂ. ബ്രെന്റ് ക്രൂഡിന്റെ വില $79.18 ആയിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $76.26 നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില ഫ്ലാറ്റ് ആയിട്ട് സ്ലൈറ്റ്ലി നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടി $4,328.06 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. TCS നോർവേ ആസ്ഥാനമായുള്ള എലോപാക്കിന്റെ IT പ്രവർത്തനങ്ങൾ പരിവർത്തനം ചെയ്യുന്നതിനായിട്ട് മൾട്ടി ഇയർ കരാർ കമ്പനിക്ക് ലഭിച്ചു. നൈക്ക ബ്യൂട്ടി ആൻഡ് ഫാഷൻ എക്സ്പീരിയൻസ് കണക്റ്റഡ് ആപ്സ് വഴി ChatGPT പ്ലാറ്റ്ഫോമിൽ കമ്പനി ലിസ്റ്റ് ചെയ്തു.
ടാറ്റ ക്യാപിറ്റൽ ഡെബ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് വഴി 36,000 കോടി രൂപയുടെ ഫണ്ട് റൈസിംഗിനായിട്ടുള്ള പ്ലാനിംഗിലാണ് കമ്പനി എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. മാരിക്കോ കൊപ്പറയുടെ വില കുറഞ്ഞതോടെ പാരച്യൂട്ട് ഓയിലിന്റെ വില 17% കമ്പനി വെട്ടിക്കുറച്ചു. GE ഷിപ്പിംഗ് 49,420 ഡെഡ് വെയ്റ്റ് ടൺ ഭാരമുള്ള ജഗ് പ്രഭു എന്ന 2014 നിർമ്മിച്ച ഒരു മീഡിയം റേഞ്ച് ടാങ്കർ കമ്പനി ഇന്ന് സ്വന്തമാക്കി. സീഗൾ ഇന്ത്യ കമ്പനി അതിന്റെ സ്റ്റെപ്പ് ഡൗൺ സബ്സിഡറിയെ 182.2 കോടി രൂപയ്ക്ക് വിറ്റു. ക്ലേ ക്രാഫ്റ്റ് ഇന്ത്യ ജയ്പൂർ ആസ്ഥാനമായിട്ടുള്ള സെറാമിക് ടേബിൾ വെയർ നിർമ്മാതാക്കളായ ക്ലേ ക്രാഫ്റ്റ് ഇന്ത്യ ലിമിറ്റഡ് ഇന്നു മുതൽ കമ്പനിയുടെ IPOയുടെ സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. ജൂൺ 19 മറ്റന്നാളോടുകൂടി സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുകയും ചെയ്യും. NSE SME പ്ലാറ്റ്ഫോമിലായിരിക്കും സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുക. പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് 193 മുതൽ 203 രൂപ എന്ന റേഞ്ചിലാണ്. സൈഡസ് ലൈഫ് സയൻസ് US സ്പെഷ്യാലിറ്റി പ്ലാറ്റ്ഫോം സ്കെയിൽ ചെയ്യുന്നതിനായി $166.4 മില്യൺ അസറിറ്റോ ഏറ്റെടുക്കൽ കമ്പനി പൂർത്തിയാക്കി എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.